ഒരു വർഷക്കാലം ഭഗവാനെ പൂജിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി 24-നോട്. ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങളോട് നന്നായി പെരുമാറണം. കഴിഞ്ഞ വർഷത്തേക്കാൾ തിരക്കിത്തവണയുണ്ടാകുമെന്നും അരുൺകുമാർ നമ്പൂതിരി 24-നോട് പറഞ്ഞു. ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പുതിയ മേൽശാന്തിമാർ ഇന്ന് സ്ഥാനാരോഹണം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വർഷം നീണ്ട ഒരു കാലയളവ് എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു നിയോഗത്തെ? വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഒരു വർഷക്കാലം ഭഗവാനെ പൂജിക്കാൻ കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഗുരുനാഥന്മാരുടെയും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹമാണ്, എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ അതിനകത്തുണ്ട്. ഇത് വളരെ നല്ലൊരു ഒരു വർഷക്കാലമാണ്. നമുക്ക് ഈ മണ്ഡലകാലവും എല്ലാം നമുക്ക് വളരെ നന്നായിട്ടെല്ലാം നടന്നു. നമ്മൾ കാണുന്നത് ഈ തുലാമാസ ഒന്നാം പൂജകൾക്ക് 1-ാം തീയതികളും ഈ സീസണുകളിലും വരുമ്പോഴല്ലോ. അപ്പോൾ അത് അല്ലാതെ ഈ പൂർണ്ണ സമയം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? നമുക്ക് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ അവിടെ പോയി തൊഴുത്, അവിടെ വിളക്ക് വെപ്പൊക്കെ ഉണ്ട്. വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ജപമാണ്, ഭഗവാനോടൊത്ത് തന്നെ ഒരു തപസ്സാണ്. അന്നേരം നമുക്ക് ഈ മറ്റ് ബാഹ്യമായ കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടുന്നില്ല, ചിന്ത വരുന്നില്ല. എല്ലാം അയ്യപ്പസ്വാമിയിൽ മാത്രം മുഴുകിയിരിക്കുകയാണ്. ഒരു വർഷത്തിന് ശേഷമാണ് തിരിച്ച് നാട്ടിലേക്ക് കുടുംബത്തിലേക്കൊക്കെ പോകുന്നത്. അതെ, സന്തോഷമുണ്ട്. പുതിയ തിരുമേനി ഇന്ന് ചുമതലയേൽക്കുകയാണ്. അപ്പോൾ അവരോട് പറയാനെന്താ? അവിടെ ഈ കഴിഞ്ഞ വർഷം പോലെ തന്നെ വളരെ നല്ല രീതിയിൽ അയ്യപ്പൻ്റെ കാര്യം നടത്തണം. വരുന്ന ഭക്തജനങ്ങളോട് നന്നായിട്ട് നമ്മൾ പെരുമാറണം. അവരും അയ്യപ്പസ്വാമിവരാണ്, അന്നേരം അവരെ അതേപോലെ കാണണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ കഴിഞ്ഞ തുലാമാസ പൂജകൾക്ക് തന്നെ വലിയ തീർത്ഥാടകരുടെ തിരക്കായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും വലിയ തിരക്ക് തന്നെ ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും തിരക്ക് ഉണ്ടാവണം, അതാണ് എൻ്റെയും പ്രാർത്ഥന. ഇന്ന് എപ്പോഴായിരിക്കും ചടങ്ങുകൾ പൂർത്തിയാക്കിയാറ്? രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് ഹരിവാസനം ചൊല്ലിയാൽ പടി ഇറങ്ങിയായി. ഇവിടെ നിന്ന് നേരെ കൊല്ലത്താണ് എൻ്റെ ഇല്ലം. അവിടെ രാമങ്കൂർ ദേവസ്വം ബോർഡ് സ്റ്റാഫാണ്. അവിടെ ഏതെങ്കിലും ബോർഡ് തരുന്ന അമ്പലത്തിൽ ശാന്തിയേക്കും. ഇന്ന് അത്താഴപൂജയ്ക്ക് ശേഷം അദ്ദേഹം പടിയിറങ്ങുകയാണ്. ഹരിവരാസനത്തോടെ അരുൺകുമാർ നമ്പൂതിരി പടിയിറങ്ങുകയാണ്. അതിന് മുൻപായാണ് നമ്മുടെ പ്രതിനിധി MG പ്രതീഷിനോട് അദ്ദേഹം സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.